വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ശബരിമല റോപ്പ് വേ പദ്ധതിക്ക് പുതുജീവൻ വരുന്നു എന്നുള്ളതാണ്. ജനുവരിയിൽ പദ്ധതിക്ക് തറക്കല്ലിടാൻ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നുവെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ഏറ്റവും വലിയ ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരുടെ ആവശ്യമാണ് മല കയറി വരുമ്പോൾ ഉണ്ടാകേണ്ട സൗകര്യങ്ങളെപ്പറ്റി. അത് വർഷങ്ങളായി തന്നെ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ ചർച്ചകൾ നടക്കുന്നതാണ്. ശബരിമലയുടെ മാസ്റ്റർ പ്ലാനും ശബരിമലയുടെ വികസനവും ഒക്കെ തന്നെ അത് വലിയ ചർച്ചയായി തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വർഷങ്ങളായിട്ടാണ് ശബരിമലയിലെ റോപ്പ് വേ പദ്ധതി, അതായത് പമ്പയിൽ നിന്ന് ഉണ്ടാകുന്ന ശബരിമലയിലേക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോലീസിന്റെ ബാരിക്കേഡ് വരെ ഉണ്ടാകുന്ന റോപ്പ് വേ പദ്ധതി, ആ റോപ്പ് വേ പദ്ധതിയിൽ ആരംഭിക്കണം എന്നുള്ള തീരുമാനം വീണ്ടും ദേവസ്വം ബോർഡ് എടുക്കുന്നത്. അത് ജനുവരിയോടുകൂടി, അതായത് വരുന്ന മകരവിളക്കിന് മുമ്പ് തന്നെ ജനുവരിയോടുകൂടി തന്നെ അതിൻ്റെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി 18 മാസം കൊണ്ട്, അതായത് അടുത്ത മണ്ഡലകാലം കഴിയുന്നതോടുകൂടിയെങ്കിലും അതിന് പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കണം എന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. 2.7 കിലോമീറ്റർ ദൂരം 40 മുതൽ 60 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് റോപ്പ് വേ പദ്ധതിക്ക് ഇപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. പമ്പയിലെ ഹിൽ ടോപ്പിൽ മുതൽ സന്നിധാനത്ത് പോലീസ് ബാരിക്കേഡ് വരെയായിരിക്കും ഈ റോപ്പ് വേ നിർമ്മിക്കുക. റോപ്പ് വേയുടെ നിർമ്മാണത്തിന് വേണ്ടി ഇത് വനഭൂമിയാണ്. ഈ വനഭൂമി ഏറ്റെടുക്കുന്നതിനനുസരിച്ച് സന്നിധാനം, നിലയ്ക്കൽ, പമ്പ പ്രദേശങ്ങളിലെ റവന്യൂ ഭൂമിയായിരിക്കും തിരിച്ച് ഈ വനം വകുപ്പിന് വിട്ടു നൽകുന്ന ഒരു തരത്തിലാണ് ഇപ്പോൾ മാസ്റ്റർ പ്ലാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ട്രോളിയുടെ സമരം അടക്കം ഉണ്ടാകുന്നത്, കോടതിയുടെ പരാമർശം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധികൾ നിൽക്കുന്നു. സന്നിധാനത്തേക്കുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്ന സാധനങ്ങൾ എത്തിക്കുന്നതിലേക്കായും വയസ്സായ അയ്യപ്പന്മാരെയും മാളയപ്പുറങ്ങളെയും ഒക്കെ തന്നെ എത്തിക്കുന്ന കാര്യത്തിലായാലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ റോപ്പ് വേ പദ്ധതി വരുന്നതിലൂടെ അതിന് കുറച്ചുകൂടി മാറ്റം വരും. അയ്യപ്പ ഭക്തർക്ക് സുഗമമായി തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താനുള്ള ഒരു മാർഗമായി അത് മാറും എന്നുള്ളത് നേരത്തെ തന്നെ എല്ലാവരും അഭിപ്രായപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പുതുജീവൻ വയ്ക്കുന്നതോടുകൂടി അതിന് കുറച്ചുകൂടി മാറ്റം ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി. അതെ, ശരി അഖിൽ. എന്തായാലും തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അയ്യനെ കണ്ട് മടങ്ങണം. അതിനുവേണ്ടി ഉതകുന്ന തരത്തിലുള്ള എല്ലാ നിർമ്മാണ പ്രവൃത്തികളും വികസന പ്രവൃത്തികളും നടക്കട്ടെ എന്ന് തന്നെ നമുക്കും ആശിക്കാം.